സിറ്റുവേഷൻ ടെസ്റ്റിന്റെ ഒക്കെ എങ്ങനെയാ പ്രാക്ടീസും അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു സിറ്റുവേഷൻ ടെസ്റ്റിന് ഇവിടുന്ന് തന്നെ നമ്മൾ കുറേ മെറ്റീരിയൽസ് ചെയ്ത് പഠിക്കും. ഇപ്പം നമ്മൾ OHP ഷീറ്റ് എടുത്ത് പശ ഒട്ടിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. പക്ഷെ അത് വീട്ടിലിരുന്നാലും നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളത് അറിയത്ത് പോലും ഇല്ല. കാരണം നമ്മൾ OHP ഷീറ്റ് വെച്ച് ചെയ്യാൻ ശ്രമിക്കത്തില്ല. പക്ഷേ തിങ്കി വന്നുകൊണ്ട് ഇവിടുത്തെ പ്രാക്ടീസ് കാരണം ഇവർക്കറിയാമല്ലോ, ഫാക്കൽറ്റീസിന് അറിയാം എന്തൊക്കെ തരാം. അപ്പം അവർ നമുക്ക് വേറെ ആൾട്ടർനേറ്റ് മെത്തേഡ്സ് പഠിപ്പിച്ച് തരും. പശ ഉപയോഗിക്കാണ്ട് എങ്ങനെ ചെയ്യാം. നമ്മൾ പശ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ വൃത്തികേടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതിന് പകരം നമ്മൾ കൂട്ടി യോജിപ്പിച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും, ആൾട്ടർനേറ്റ് മെത്തേഡ്സ് കുറേ പഠിപ്പിക്കും. അപ്പം നമ്മൾ ടൈം മാനേജ് ചെയ്യാനും പഠിക്കും, ഒരു ക്രൈസിസ് എങ്ങനെ ഫേസ് ചെയ്യാനും പഠിക്കാൻ പറ്റും. സിറ്റുവേഷൻ ടെസ്റ്റിന് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഓരോ മെറ്റീരിയൽസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ളത് നമ്മൾ പഠിക്കും. ഓരോ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടി, അതെങ്ങനെ യൂസ് ചെയ്യണം, അത് എവിടെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി എവിടെ ആയിരിക്കും നമുക്ക് ആപ്റ്റായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മളത് എവിടെ യൂസ് ചെയ്തായിരിക്കും നമുക്കതൊരു ഗ്രേസ് ആയിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടുത്തെ സിറ്റുവേഷൻ ടെസ്റ്റിൻ്റെ ആ ഒരു പ്രാക്ടീസ് നമുക്ക് തരുന്നതിനകത്ത് തന്നെ. പിന്നെ അതുമല്ല, ഇതാണെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ മാക്സിമം നമ്മൾ ഗം അവോയ്ഡ് ചെയ്യാനാണ് നോക്കുന്നത്. കാരണം സ്മഡ്ജ് ആവും, കൈ തട്ടിയിട്ട് ഒരുപാട് ബ്ലാക്ക് പാച്ചസ് വരും. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പലതരത്തിലുള്ള മെത്തേഡ്സ് പറഞ്ഞു തരും. സ്ലിറ്റിംഗ് മെത്തേഡ് അതെല്ലാം നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് മാക്സിമം ഗം അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആ നീറ്റ്നെസ് കീപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ മോഡലിന്. അങ്ങനെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. എക്സാമിൽ എങ്ങനെയായിരുന്നു സിറ്റുവേഷൻ ടെസ്റ്റ്? എക്സാം നമുക്ക് ഫേസ് ചെയ്യുമ്പം നമുക്ക് പുതുമയുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലായിരുന്നു അവിടെ വന്നത്. ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് അവിടെ. അപ്പൊ എല്ലാ സ്റ്റുഡൻസും ചെയ്ത ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ എങ്ങനെയായിരുന്നു, ആ മോഡൽ ചെയ്ത എങ്ങനെയായിരുന്നു നമുക്ക് അപ്പം ഓർമ്മ വരും. പിന്നെ ഇവിടെ നമ്മൾ പഠിക്കുമ്പം ലൈക്ക് അവർ തരുന്ന കളേഴ്സും തരുന്ന ക്വസ്റ്റ്യനും തമ്മിൽ ചിലപ്പോൾ ബന്ധം കാണില്ല. കാരണം ഭയങ്കര ബ്രൈറ്റ് കളേഴ്സും വൈബ്രൻറ്റ് കളേഴ്സും തരും, പക്ഷെ ആ യൂസ് ചെയ്യേണ്ട സ്ഥലമായിരിക്കില്ല. അപ്പം അതെങ്ങനെ നമുക്ക് മ്യൂട്ട് ചെയ്യുക, ലൈക്ക് അല്ലെങ്കിൽ വേറെ കളേഴ്സ് ഒന്ന് മിക്സ് ചെയ്യുക. ആ ഒരു കളർ തന്നെ പല ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോൾ അതെങ്ങനെയായിരിക്കും, ബ്രൈറ്റ് ആവും, ഡള്ളാവും. അപ്പം നമുക്ക് ആ ഉള്ള മെറ്റീരിയൽ കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ അപ്രോപ്രിയേറ്റ് ആക്കാമെന്നുള്ളതും ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. കാരണം ഒരു കളർ തന്നെ പല കളറിൻ്റെ മുകളിൽ വെക്കുമ്പോഴും പല രീതിയിൽ അത് കാണുന്നേ ആ ഒരു എഫക്റ്റ് ഒക്കെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. അപ്പം അതും പോരാതെ നീറ്റ്നെസ്, ആ പേപ്പർ നമ്മൾ വിചാരിക്കും പേപ്പർ കട്ട് ചെയ്യുക സിമ്പിളാണ്, പക്ഷെ അല്ല, അതിനും ഒരു ദിവസമായിരുന്നു ക്ലാസ്. ഇത് സ്കോർ ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്യുക. കാരണം അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നീറ്റ്നെസ്. ആ കട്ട് ചെയ്തതിനൊക്കെ നല്ല പെർഫെക്ഷൻ അവർ അത്രയും നോക്കുന്നുണ്ട്. അപ്പം ഇവിടെ നിന്ന് അത് പഠിച്ചുകൊണ്ട് അത്രയും നീറ്റായിട്ട് തന്നെ അവിടെ ചെയ്യാനും പറ്റി.